ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല. ലീഗ് നടത്തിപ്പിനായി കമ്പനികളെ ക്ഷണിച്ച് AIFF ടെൻഡർ ഇറക്കിയിട്ടുണ്ട്. ഇതിനിടയിലാണ് സൂപ്പർ കപ്പ് ആരംഭിച്ചിരിക്കുന്നത്. ഒക്ടോബർ 25 നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളും ഡംബോ SCയും 2-2 സമനില പങ്കിട്ടു. രണ്ടാമത്തെ മത്സരത്തിൽ മോഹൻ ബഗാൻ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ചെന്നൈയിൻ FCയെ പരാജയപ്പെടുത്തി. ആരാധകർ കാത്തിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ആദ്യ മത്സരം 30-ന് രാജസ്ഥാൻ യുണൈറ്റഡ് FCക്കെതിരെയാണ്. ഇത്തവണ മികച്ച ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. ഈ മാസം 7 മുതൽ ഗോവയിൽ പരിശീലനം നടത്തുന്ന ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ മികച്ച പ്രകടനം നടത്തുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. എന്നാൽ ഇത്തവണത്തെ സൂപ്പർ കപ്പിന് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നിരാശരാക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിലെ 2 മത്സരങ്ങൾ നടക്കുന്ന ഗോവയിലെ ബാംബോലിം സ്റ്റേഡിയത്തിലെ പോരാട്ടങ്ങൾ തത്സമയ സംപ്രേഷണം ചെയ്യില്ലെന്നായിരുന്നു AIFF ആദ്യം അറിയിച്ചത്. മോഹൻ ബഗാൻ, മുംബൈ സിറ്റി, ഗോവ തുടങ്ങിയ ടീമുകളുടെ എല്ലാ മത്സരങ്ങളും സംപ്രേഷണം ചെയ്യുകയും ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ മറ്റു ടീമുകളുടെ മത്സരങ്ങൾ തഴയുകയും ചെയ്യുന്നതായിരുന്നു ഈ നീക്കം. എന്നാൽ ഇതിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ടീമും രംഗത്തെത്തി. ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വലിയ പ്രതിഷേധമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉയർത്തിയത്. കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇത് സംബന്ധിച്ച് AIFFന് ഔദ്യോഗികമായി പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെയും ടീമിന്റെയും പ്രതിഷേധം ഫലം കണ്ടിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റേതുൾപ്പെടെ ബാംബോലിം സ്റ്റേഡിയത്തിലെ എല്ലാ മത്സരങ്ങളും സംപ്രേഷണം ചെയ്യാൻ AIFF തീരുമാനിച്ചിരിക്കുകയാണ്. സൂപ്പർ കപ്പിലെ മത്സരങ്ങൾ സ്റ്റാർ സ്പോർട്സിലും ജിയോ ഹോട്ട്സ്റ്റാറിലുമാണ് തത്സമയം സംപ്രേഷണം ചെയ്യുന്നത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ബാംബോലിം സ്റ്റേഡിയത്തിലെ മത്സരങ്ങൾ തത്സമയം ഹോട്ട്സ്റ്റാറിലായിരിക്കില്ല കാണാനാകുക. ഈ 2 മത്സരങ്ങൾ AIFFന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ തത്സമയ സംപ്രേഷണം ഉണ്ടാകുമെന്നാണ് വ്യക്തമായിരിക്കുന്നത്. ഇന്ത്യൻ ഫുട്ബോളിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് പേജിൽ കയറിയാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 2 ഗ്രൂപ്പ് മത്സരങ്ങളും തത്സമയം സംപ്രേഷണം കാണാനാകും. മുംബൈ സിറ്റി FCക്കെതിരെയുള്ള 3ാമത്തെ മത്സരം ജിയോ ഹോട്ട്സ്റ്റാറിലും കാണാൻ കഴിയും. ഉദ്ഘാടന മത്സരത്തിലെ ഈസ്റ്റ് ബംഗാളിന്റെ മത്സരം യൂട്യൂബിലും മോഹൻ ബഗാന്റെ മത്സരം ജിയോ ഹോട്ട്സ്റ്റാറിലുമാണ് സംപ്രേഷണം ചെയ്തത്. ഒരേ ടൂർണമെന്റിൽ ടീമുകളെ 2 തരത്തിൽ AIFF കൈകാര്യം ചെയ്യുന്നതിനെതിരെ ഇപ്പോഴും ആരാധകർക്ക് അമർഷമുണ്ട്. എങ്കിലും മത്സരം കാണാനാകുമല്ലോ എന്ന ആശ്വാസത്തിലാണ് അവർ. ഒരു സ്റ്റേഡിയത്തിലെ മത്സരം മാത്രം ഒഴിവാക്കി തത്സമയം സംപ്രേഷണം ചെയ്യാൻ തീരുമാനിച്ചതിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നു വന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇന്ത്യയിലെ ഏറ്റവും അധികം ആരാധക പിന്തുണയുള്ള ടീമുകളിൽ ഒന്നാണ്. കേരളത്തിന്റെ കൊമ്പന്മാരുടെ പോരാട്ടം തത്സമയം സംപ്രേഷണം ഇല്ലാതെ വന്നാൽ അത് വലിയൊരു വിഭാഗം ആരാധകർക്കും കളി കാണാനുള്ള അവസരം നിഷേധിക്കുന്ന നീക്കമായി മാറും. തങ്ങളുടെ ആരാധകരുടെ ആവശ്യത്തിനൊപ്പം ക്ലബ്ബ് നിന്നതോടെ AIFF ഒടുവിൽ തത്സമയ സംപ്രേഷണം നടത്താനുള്ള ഇടപെടൽ നടത്തുകയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇത്തവണ സ്പാനിഷ് പരിശീലകനായ ഡേവിഡ് കറ്റാലക്ക് കീഴിലാണ് കളിക്കാൻ ഇറങ്ങുന്നത്. അവസാന സീസണിലെ ടീമിൽ നിന്ന് വലിയ മാറ്റങ്ങൾ ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് ടീമിലുണ്ട്. അഡ്രിയാൻ ലൂണ നായകനായി ഇറങ്ങുമ്പോൾ നോഹ സദോയും മുന്നേറ്റത്തിന് കരുത്തായി ടീമിലുണ്ടാകും. ഇത്തവണ ടീമിലേക്ക് എത്തിച്ച പ്രതിരോധ താരം സ്പാനിഷുകാരനായ യുവാൻ റോഡ്രിഗസ് മാർട്ടിനസിലും മുന്നേറ്റ തിര താരങ്ങളായ പോർച്ചുഗലിന്റെ ടിയാഗോ ആൽവസിലും സ്പാനിഷ് താരം കോൾഡോ ഒബിയേറ്റോയിലുമെല്ലാം വലിയ പ്രതീക്ഷ ടീമിനുണ്ട്. ഇന്ത്യയുടെ അണ്ടർ-19 ടീമിനൊപ്പം കസറുന്ന മികച്ച യുവതാരങ്ങളും മഞ്ഞപ്പടക്ക് ശക്തി പകരാനൊപ്പമുണ്ട്. സൂപ്പർ കപ്പിന് മുന്നോടിയായുള്ള സൗഹൃദ മത്സരത്തിൽ ചെന്നൈയിൻ FCയെ തോൽപ്പിക്കാനും ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നു. മികച്ച താരനിരയും ബുദ്ധിമാനായ പരിശീലകനും വലിയ ആരാധക പിന്തുണയും ബ്ലാസ്റ്റേഴ്സിനുണ്ട്. ഇതുവരെ പ്രധാനപ്പെട്ട കിരീടങ്ങളൊന്നും നേടാനാകാത്ത ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. എല്ലാ സീസണുകളെയും പോലെ ഇത്തവണയും ആരാധകർ വലിയ പ്രതീക്ഷയിലാണ്. പ്രതീക്ഷക്കൊത്ത് ഉയരാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമോ എന്ന കാര്യം കണ്ടറിയാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.